ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ്, നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു കൺസൾട്ടേഷൻ വേണം, നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ കൺസൾട്ടേഷൻ പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ മാർച്ച് മാസത്തിൻ്റെ മെസ്സേജ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് വാൻഡ്സ് ആണ്. എന്താണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി? പാസ്റ്റിൽ ഹൈറോഫാന്റ്. കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഫ്യൂച്ചർ എനർജിയിൽ വരണത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം? ചാലഞ്ച് പേജ് ഓഫ് സോഡ്സ്. എന്താണ് അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നൈൻ ഓഫ് പെൻറ്റക്കിൾസ്. സർപ്രൈസ് ഫാക്ടർ എന്താണ്? സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡ്? അപ്പോൾ ലീബ്ര, ഞാനിവിടെ കാണുന്നത് ഈ മാസം കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. 6 ഓഫ് വാൻഡ്സ് സക്സസ് ആണ്, റിവാർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലൊക്കെ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടും. ജോലിയുടെ കാര്യത്തിൽ, ഫാമിലിയുടെ കാര്യത്തിൽ, ഫ്രണ്ട്ഷിപ്പിൽ കുറേ പോപ്പുലറാണ് നിങ്ങൾ ഈ മാസം. ഇവിടെ പക്ഷേ നിങ്ങൾക്ക് കുറേ സ്ട്രെസ് ഉണ്ട്, കുറേ ടെൻഷൻ ഉണ്ട്, രാത്രി ശരിക്കും ഉറക്കമില്ല. അതിൻ്റെ കാരണം എന്താണ്? കുറേ ഓവർ തിങ്കിങ് എനർജി ഉണ്ടാവാം. ചില ബ്ലോക്സ് ഉണ്ട്, അതുകൊണ്ടാണ്. ചില ബ്ലോക്സ് ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അതിലൊരു തടസ്സം വരണ മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്ര സ്ട്രെസ് ഉണ്ടാവണേ. പക്ഷെ അതിൽ എന്താ വെച്ചാൽ നിങ്ങളുടെയും കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ടായതുകൊണ്ട് അത് ഒരു ചെറിയ ഇഷ്യൂ വലിയ ഇഷ്യൂ മാതിരി തോന്നുന്നുണ്ടാവും. എന്തായാലും ഗിവ് അപ്പ് ചെയ്യരുതെന്നാണ് യൂണിവേഴ്സ് പറയണേ. ഈ ബ്ലോക്സ് ഒക്കെ ടെമ്പററി ബ്ലോക്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഹൈറോഫാണ്ട് ആണ്. അപ്പോൾ ഹൈറോഫാണ്ട് ഒരു മാരേജിൻ്റെ എനർജിയാണ്, ഇല്ലെങ്കിൽ ട്രഡീഷൻസിൻ്റെ എനർജിയാണ്. റിലിജ്യൻ, ട്രഡീഷൻ, അങ്ങനത്തെ ഒരു എനർജിയാണ്. സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ തുടക്കമാണ്. പേജ് ഓഫ് വാൻഡ്സ്, 6 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി കാണുന്നുണ്ട്. അതല്ല ഒരു ജോലി ആയിരിക്കാം, പുതിയ ജോലി. പക്ഷേ എന്തോ ഒരു പുതിയതായി തുടങ്ങിയ സംഭവം പറഞ്ഞ ഒരു പുതിയ റിലേഷൻഷിപ്പ് അല്ല, ഒരു പുതിയ ജോലി തുടങ്ങിയത് നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അങ്ങനത്തെ എഫേർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളൊരു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ റിവാർഡ് ഇല്ല. ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ ഇതൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് മാതിരി തോന്നുന്നു. ഇത് ചിലവർക്ക് ഒരു അറേഞ്ച്ഡ് മാരേജിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയോ കൂടെ സംസാരിക്കണ എനർജിയും ആവാം. എന്തായാലും കറണ്ട് എനർജിയിൽ നൈറ്റ് ഓഫ് സോഡ്സ്. കറണ്ട് എനർജിയിൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണു കുറേ ക്വിക്ക്ലി. പറഞ്ഞാൽ അത്ര ഇപ്പോൾ ഡിലേ ഉണ്ടാവാണ്ട് കാര്യങ്ങൾ കുറേ വേഗം മുമ്പോട്ടേക്ക് പോകണു. ഞാനിവിടെ കാണുന്നത് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു മാരേജിൻ്റെ എനർജി കാണുന്നുണ്ട്. കർമ്മയുടെ എനർജി ഉണ്ട് ഇവിടെ. 10 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളൊരു ലീഗൽ സിറ്റുവേഷനിലാണ് വെച്ചാൽ ഞാനിവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് കാണുന്നുണ്ട്. നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഇത് വരണത്. അപ്പോൾ എന്തോ ഒരു കാര്യം മുമ്പേ ഒരു വൺ സൈഡഡ് എനർജി മാതിരി തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം നിങ്ങൾക്കെല്ലാം ചെയ്യണത് അതിനൊക്കെ നല്ല കർമ്മ, നല്ല പോസിറ്റീവ് ഔട്ട്കം. അപ്പോൾ നിങ്ങൾ പാസ്റ്റിലിട്ട എഫേർട്സിൻ്റെ ഒക്കെ റിവാർഡ്സ് ഈ മാസമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ. ഇപ്പോൾ ഇത് നിങ്ങളുടെ കരിയറിലാവാം, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിലും ആവാം. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം കുറച്ചൊരു സ്ലോ ഡൗൺ ആവണു നിങ്ങളുടെ എനർജി. എഫേർട്ട് അതുമാതിരി തന്നെ ഉണ്ട്, പക്ഷേ പ്രോഗ്രസ് അത്ര ഇല്ല.
7 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഇവിടെ ഒരു സാബോട്ടാജിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അപ്പോൾ വലിയ ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ വലിയ ചേഞ്ച് വരണത് നിങ്ങളുടെ കരിയറിൽ ആരോ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കാര്യം പുറത്തു വരണു. അതിൻ്റെ കാരണം ഇവിടെ എന്തോ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം? ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് എന്താ വെച്ചാൽ എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഈ ന്യൂസ് വരണത് അത്ര ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കില്ല. കുറേ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. എന്താ വെച്ചാൽ ഇത് കുറച്ചൊരു ചാലഞ്ചിങ് ന്യൂസാണ്. മേ ബി ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാവാം. ഞാൻ കാണുന്നത് ഇവിടെ അഡ്വൈസസ് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനാണ് പറയണത്. എവിടെയോ നിങ്ങൾ മറ്റേ പേഴ്സണെ കുറിച്ചാണ് കൂടുതൽ ആലോചിക്കണേ. അപ്പോൾ അതിലെന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വിട്ടിട്ട് വേറെ ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യണു. അത് ചെയ്യരുതെന്നാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ശരിയാവും. സൺ എനർജി ഇവിടെ ക്ലാരിറ്റി, ഹാപ്പിനെസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ മുമ്പോട്ടേക്ക് പോവും. ഓക്കെ, കുറച്ച് സമയം എടുക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്ര ഒരു സ്റ്റേബിൾ അല്ല, പക്ഷെ നിങ്ങൾ പോകണത് സ്റ്റെബിലിറ്റിയിലേക്കാണ്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ എന്തോ ഒരു സിറ്റുവേഷനിൽ ചില ചാലഞ്ചസ് ഉണ്ട്, വരാൻ പോകുന്നുണ്ട്. അത് പക്ഷെ നിങ്ങൾ ഓവർകം ചെയ്യും. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ സർപ്രൈസിങ് ഫാക്ടർ ഇവിടെ എന്താ വെച്ചാൽ കുറച്ചൊരു വെയിറ്റിംഗ് എനർജി കാണാണ്ട്. എന്താണ് ഈ 7 ഓഫ് പെൻറ്റിക്കിൾസ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ എന്തോ ഒരു ഫിനാൻഷ്യൽ കാര്യമാവാം ഇത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണ എനർജി, കുറേ ബിസി സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ പോണേ. പക്ഷെ ഫിനാൻഷ്യലി എന്തോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരണു. എന്തോ ഒരു ഡിലേ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എന്തോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇത് വരും എന്ന്, പക്ഷെ അതിൽ കുറച്ചൊരു ഡിലേ വരണു. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം കിങ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ കിങ് ഓഫ് വോൺസ് ഇവിടെ എന്താണ് ഔട്ട്കം ആയിട്ട് വരണേ? 10 ഓഫ് കപ്സ്. ഇവിടെ ഞാനൊരു റിലേഷൻഷിപ്പാണ് കാണുന്നത്, ഒരു ഫയർ സൈൻ്റെ കൂടെ. പക്ഷേ സഡൻലി ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി റിലേഷൻഷിപ്പിലാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് കിട്ടാൻ പോണത്. അതിൽ എന്തോ നടക്കുന്നുണ്ട് നിങ്ങൾ അറിയാണ്ട്. എന്തായാലും അത് ലൈറ്റ് പോയി, സോറി. അപ്പോൾ എന്തായാലും അത് റിവീൽ ആവും. ഓക്കെ, ആ ശരിയായ സമയമാകുമ്പോൾ അത് പുറത്തു വരും. അപ്പോൾ ലീബ്ര, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നമ്മൾക്ക് ഒറക്കിൾ മെസ്സേജ് എടുക്കാം. ഒറക്കിൾ മെസ്സേജ് പറയുന്നത് ഇയർ ഫ്രം നൗ എന്നാണ്. എന്താണ് ഒരു ഇയർ ഫ്രം നൗ? ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് എടുക്കാനാണ് പറയണത്. പീസ്ഫുൾ റെസൊല്യൂഷൻ, എന്തോ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് ഒരു കൊല്ലം എടുക്കുന്നുണ്ടാവും, പക്ഷെ അത് ശരിയാവും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ലീബ്ര. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് സ്കോർപ്പിയോ, കാപ്രിക്കോൺ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ കുറേ ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്കിത് റിസണേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.